നിങ്ങൾക്ക് പാടില്ല എന്നാണ് കാന്തപുരം വിഭാഗത്തിന്റെ തന്നെ ഫത്വ. ഈ ഫത്വ നിങ്ങൾക്ക് പ്രായോഗികമാക്കുന്നുണ്ടോ? മുട്ടിപ്പടിയിൽ പെണ്ണ് വരുന്നില്ലേ? ഏതൊക്കെ സ്ഥലങ്ങളിൽ പോകുന്നുണ്ട്? പെണ്ണ് പള്ളിയിൽ പോയാൽ അല്ലോ ഹറാമാണ്. പെണ്ണ് പള്ളിയിൽ പോകാൻ പാടില്ല, ഖുത്ബ ശ്രവിക്കാൻ പാടില്ല. എത്രത്തോളം നേരത്തെ പറഞ്ഞ് എന്തിനും തൊട്ടുകൂടായ്മയാണല്ലോ. ഒരു വൈരത്തൂർക്കാരനൊരു തങ്ങൾ വലിയ അഭിമാനത്തോടെ പറയുന്നുണ്ട്, ഇയാള് ഒരിക്കൽ ഹജ്ജിന് പോയപ്പോൾ ഈ വൈരത്തൂർക്കാരൻ തങ്ങൾ പറയുന്നത്, ഹജ്ജിന് പോയപ്പോൾ ഇയാൾ മദീനത്ത് 40 വഖ്ത് നിസ്കാരം പൂർത്തിയാക്കുക എന്ന് ഇവർക്കൊരു പരിപാടി ഉണ്ട്. 40 വഖ്ത് നിസ്കാരം, ഹദീസ് ദഈഫാണ്, ഞാനിപ്പോൾ അങ്ങോട്ട് കിടക്കുന്നില്ല. 40 വഖ്ത് നിസ്കാരം അവിടുന്ന് നിസ്കരിക്കണം എന്നൊരു പ്രത്യേക പുണ്യം ഇവർ അവകാശപ്പെടുന്നുണ്ട്. ഹദീസ് സഹീഹല്ല. 40 വഖ്ത് നിസ്കാരം മദീനത്ത് നിസ്കരിച്ചാൽ അവന് നരകത്തില്ലെന്ന് അങ്ങനെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഹദീസ് ദുർബലാണ്. ഏതോ ആകട്ടെ, ഇയാളെ ഇങ്ങനെ തികക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോകുത്ര. ഒരിക്കൽ ഇയാൾ ഹറമിൽ മദീനത്തെ പള്ളിയിൽ ജുമാക്ക് എന്ന് നോക്കുമ്പോൾ അന്നത്തെ ഖുത്ബയിലുണ്ട്, ഇമാം ഇങ്ങനെ പറയണു, ഇബ്നു തൈമിയ്യ റളിയല്ലാഹു അൻഹു, ഇബ്നുൽ ഖയ്യിം റളിയല്ലാഹു അൻഹു, ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റളിയല്ലാഹു അൻഹു. ഇയാൾ ഇങ്ങനെ കേൾക്കുകയാണ് ഖുത്ബ തുടങ്ങിയപ്പോൾ. അപ്പൊ ഇയാൾ ചോദിച്ചത് ഹുയിസ്, ഇയാൾ പറയണേ ഹുയിസ്, ആരാടോ ഇവരൊക്കെ, ആരാ ഇവരൊക്കെയാണ്? ലാലും മുതില്ലുമെന്ന് മുസ്ലിം ലോകം വിധി എഴുതിയ, പഴച്ചവരും പഴപ്പിക്കുന്നവരും എന്ന് പറഞ്ഞ് മുസ്ലിം ലോകം വിധി എഴുതിയ ശൈഖുൽ ഇസ്ലാം എന്ന പേര് പറയുന്ന ഇബ്നു തൈമിയ്യ, ഇബ്നുൽ ഖയ്യിം, മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബിന്റെ ഒക്കെ പേരിൽ റളിയല്ലാഹു ചെല്ലുന്ന ഇയാളുടെ ഖുത്ബ ശരിയല്ല. ഇയാൾ എന്ത് ചെയ്തു? ലോറിക്കരിച്ച് മടങ്ങി പോന്നു. നല്ല ഉഷാറല്ലേ? ഇയാൾ മദീനത്ത് പോയിട്ട് ലോറിസ്കരിച്ച് മടങ്ങി പോന്നു. എന്താ? ആ ജുമാ ശരിയല്ല, ആ ജുമാക്ക് പങ്കെടുക്കാൻ പറ്റൂല. വലിയ അഭിമാനപൂർവ്വം പറഞ്ഞതാ. നിങ്ങൾ ആലോചിച്ച് നോക്കണം അത്രത്തോളം. എന്താ കാരണം? ഖതീബ് പറയുന്നുണ്ട്, യാ ബദവി, യാ ജീലാനി എന്ന് വിളിക്കാൻ പാടില്ല, അതുകൊണ്ട് പറ്റൂല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. നേരത്തെ പറഞ്ഞ് റിജാലുൽ ഗൈബ് അടക്കമുള്ള ആളുകളെ വിളിക്കാത്തവന്റെ ഈമാൻ ശരിയല്ല എന്ന് പറഞ്ഞില്ലേ? ഇവര് മദീനത്തേക്ക് ഹജ്ജ് ഗ്രൂപ്പ് മക്കത്തൊക്കെ കൊണ്ടുപോകുമ്പോൾ സൂക്ഷിച്ചോളിൻ. കണ്ടോ, ഇവരവിടെ ജുമാക്കും പങ്കെടുക്കൂല, ജമാഅത്തിനും പങ്കെടുക്കൂല, ഒറ്റക്ക് നിസ്കരിക്കും. ഈ രൂപത്തിൽ സമൂഹത്തിൽ എന്തൊക്കെ അന്ധവിശ്വാസങ്ങളുണ്ടോ അതിനൊക്കെയും പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട്, ദുർവ്യാഖ്യാനിച്ച്, വക്രീകരിച്ചുകൊണ്ട് സമുദായത്തെ കൊണ്ടുവന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ ഏറ്റവും വലിയ നിന്ദ നടത്തി. ഇപ്പൊ രക്ഷപ്പെടുകയാണ് എല്ലാവരും. ഇപ്പൊ എല്ലാവരും രക്ഷപ്പെടുക. എന്താ? എല്ലാവർക്കും കൊട്ടാൻ വേണ്ടി ഒരു ചെണ്ടുണ്ടല്ലോ, മുജാഹിദ്. അപ്പൊ എല്ലാവരും ഇപ്പൊ മുടിക്കാരൻ്റെ മുടിയില്ല, എല്ലാവരും യുക്തിവാദവും പോയി. ഇപ്പൊ അവസാന ഇതുമ്മല അഴീനൂനി, എന്താ സ്നേഹം, എല്ലാവരും അയിമ്മലാണ്, എല്ലാവരും അയിമ്മല. എവിടെ പോയി? ഇയാൾ പ്രവാചക നിന്ദയുടെ ഏറ്റവും വലിയ സീനിയർ നേതാവാണെന്നാണ് മറ്റേ ഈ ഭാഗം പറഞ്ഞത്. അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെതാണെന്ന് പറഞ്ഞിട്ട് പനങ്കല പോലത്തെ ഒരു മുടിക്കെട്ട് ഇയാൾ കൊണ്ടുവന്നു. ആ മുടിക്കെട്ട് പ്രദർശിപ്പിച്ചു. അത് ദിനേന പിളരുകയാണ്, എണച്ചം പൊട്ടുകയാണ് എന്ന് മൂപ്പര് പറഞ്ഞു. എന്താ ഉസ്താദേ ഇതിനെത്ര നീളം? അള്ളാഹിന്റെ റസൂലിന്റെ മുടിക്ക് ഇത്ര നീളല്ലല്ലോ. അപ്പൊ പറഞ്ഞു, ദിനം പ്രതി 2.7 മുതൽ 1.7 മുതൽ 2.8 വരെ നീളുന്നുണ്ട്. ഏത് ഒരേ മുടിയേ അള്ളാഹിന്റെ റസൂലിന്റെ മുടി ഇങ്ങനെ നീളുക. അപ്പൊ ചില ആൾക്കാർ വിചാരിക്കൂലേ, നേരെന്നായിരിക്കും ഉസ്താദ് പറയണേ, നുണ പറയണമെങ്കിൽ ഒരു 8-10 സെന്റിമീറ്റർ എന്നാണ് പറഞ്ഞാൽ പോരെ. അങ്ങനെ അല്ലല്ലോ പറഞ്ഞത്. 1.7 മുതൽ 2.86 എന്നൊക്കെ പറയുമ്പോൾ വളരെ കണിശല്ലേ. അപ്പൊ അങ്ങനെ വിചാരിച്ചു. അപ്പൊ ചില ആൾക്കാർ ചോദിച്ചു, ഉസ്താദ് ഇതിങ്ങനെ നീളുക മാത്രല്ലല്ലോ, കെട്ടുണ്ടല്ലോ. അപ്പൊ പറഞ്ഞു, വളരെ മാത്രല്ല, പളരും ചെയ്യും. അങ്ങനെ പളർന്നു. അങ്ങനെ മുടിക്കെട്ടും കൊണ്ട് നടന്നു. 40 കോടി പിരിച്ചു. വൈലത്തൂർക്കാരൻ തങ്ങൾ പറയുന്നത്, ഉസ്താദ് വിചാരിച്ച 40 കോടിയൊന്നും ഒന്നുമല്ല, 40,000 കോടി ഉസ്താദിൻ്റെ അടുത്ത് ഉണ്ടാവുമല്ലോ. ഖാറൂൻ മുതലാളിൻ്റെ അടുത്ത് എത്ര ഉണ്ടായിരുന്നു? ഒരുപാടുണ്ടായിരുന്നു. മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലത്തുള്ള വിശ്വാസികളൊക്കെ അത്ഭുതപ്പെട്ട് നോക്കി നിന്നിട്ടുണ്ട്. പക്ഷെ പടച്ചോനുണ്ട് ആഴ്ത്തി കളഞ്ഞു. ദുന്യാവെന്ന് ആഴ്ത്തിയില്ലെങ്കിൽ ആഖിറത്തിൽ അതിൻ്റെ പണി പടച്ചോൻ്റെ അടുത്തുണ്ടല്ലോ. അപ്പോ ഇതിങ്ങനെ ഇത്രയും കോടിയൊക്കെ പിരിച്ചു എന്ന് പറഞ്ഞിട്ട് മുടി സിറ്റി ഉണ്ടാക്കാൻ നടന്നിരുന്നു. ഒരുപാട് ആൾക്കാരെ മുടി ജ്യൂസ് കുടിപ്പിച്ചു എല്ലാ സ്ഥലത്തും. ജനങ്ങളെയൊക്കെ തൻ്റെ കാൽ കീഴിലാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി സുന്ദര മോഹന വാഗ്ദാനങ്ങളുമായി കേരള യാത്ര നടത്തി. പക്ഷേ എവിടെയും പള്ളി ഉയർന്നിട്ടില്ല. പള്ളി മുടിയമ്പലം കാണാനില്ല, മുടിക്കെട്ടിട എവിടെയും കാണാനില്ല. കോഴിക്കോട് 1ഉം 2ഉം കല്ല് ഇതുവരെ ഇട്ടു എന്നാണ് അറിവ്. ഒരിക്കലും മെഡിക്കൽ കോളേജിനും കോഴിക്കോട് തന്നെയാണ് അത്ര ഇട്ടത്. ഇപ്പൊ വന്നിട്ട് വേറൊന്നിനും ഇട്ടിട്ടുണ്ട്. ഒരു രസികം പറഞ്ഞു, നിങ്ങളാട്ട 2 കല്ലും കൂടെ അടുപ്പിച്ചിടുകയാണെങ്കിൽ അവിടെയുള്ള വല്ല നാടോടികൾക്കും 2ഉം 1ഉം നിർവഹിക്കാനെങ്കിലും സൗകര്യമാകുമായിരുന്നു. അവിടെ ഏതായാലും മെഡിക്കൽ കോളേജും വന്നിട്ടില്ല,
മുടിപ്പള്ളിയും വന്നിട്ടില്ല. അപ്പൊ അത് കാണാനില്ല. പറയണേ ഞങ്ങളുണ്ടാക്കും. നിങ്ങൾ ഉണ്ടായിക്കോ. ഇപ്പൊ പറയണ എന്താ അറിയോ, ഇപ്പൊ മുടിയുടെ വർത്താനൊന്നുമില്ല. ഇപ്പൊ പറയണ മുടി പോയിട്ട് ഇപ്പൊ ഞങ്ങൾ മീഡിയ സിറ്റി തുറക്കണം, മീഡിയ സിറ്റി ഷറാക്കണം. അങ്ങനെയാണെങ്കിൽ മീഡിയ സിറ്റിയൊക്കെ അവിടെ നിൽക്കട്ടെ, മുടി സിറ്റി എന്തായി? മുടിയുടെ വർത്താനല്ല. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുടിയെപ്പറ്റി ഏറ്റവും വലിയ പ്രാകൃതനാണെന്ന് ചിത്രീകരിച്ച ഏറ്റവും വലിയ സൽമാൻ റുഷ്ദിയേക്കാൾ അള്ളാഹുവിന്റെ റസൂലിനെ നിന്ദിച്ച സൂപ്പർ നേതാവാണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെന്ന് അപ്പുറത്തെ സമസ്തക്കാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എന്താ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 6 കൊല്ലം മുടി വെട്ടാതെ നടന്ന പ്രാകൃതനാണ്. 6 കൊല്ലം മുടി വെട്ടിയില്ല. അപ്പൊ നീണ്ട മുടിയാണത്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് അങ്ങനെ ഉണ്ടോ? 6 കൊല്ലം മുടി വെട്ടി നടന്നോ? അപ്പൊ എന്തൊക്കെയോ പ്രചരിപ്പിച്ചു, കാണാനല്ല. പക്ഷെ അതൊക്കെ പണി എടുത്തു വെച്ചിക്കുക. എന്താ? ഇവിടെ ഉണ്ടല്ലോ മുജാഹിദീങ്ങൾ, ജിന്ന് സിഹിർ, അത് ഇത്, ജനപ്രദേശം അതിന്റെ പിന്നാലെ ഇങ്ങനെ കൂടിയിട്ട് മൂലന്മാരിങ്ങനെ രക്ഷപ്പെടുക. വേറൊരു കൂട്ടർ ജമാഅത്തേര് അവരുടേതായ പ്രശ്നങ്ങളും കാരണങ്ങളേറ്റ് ഇങ്ങേപ്പുറത്ത് സമസ്തക്കാർ അവരുടെ പ്രശ്നമൊക്കെ ഇങ്ങനെ ഉള്ളിൽ മൂടുക. എന്താ പ്രശ്നം? നമ്മളെ കാസിമില്ലേ, നിങ്ങളെ അയലോക്കാരൻ, എന്താ പ്രശ്നം? മൂപ്പര് പുറത്താക്കുന്ന കോഴിക്കോട് അരയിടത്ത് പാലത്തുനിന്ന് റമദാൻ പ്രഭാഷണം നടത്തി മൂപ്പര്. ഒരു വിഷയത്തിന്റെ പേരെന്തായിരുന്നു? ബാഫഖി തങ്ങളെ പറ്റിയുള്ള മദ്ഹായിരുന്നു. അങ്ങനെ ബാഫഖി തങ്ങളെ സംബന്ധിച്ച് നമ്മുടെ കാസിമി പ്രസംഗിച്ചിട്ട് പറഞ്ഞു, നമ്മളെ മുമ്പുള്ള സമസ്തന്റെ നേതാക്കളും ലീഗിന്റെ നേതാക്കളും എന്നൊക്കെ പറഞ്ഞാൽ അവരൊക്കെ വലിയ സഹിഷ്ണുതയും മാനസികമായ വിശാലതയുമുള്ള നേതാക്കന്മാരായിരുന്നു. ഇന്ന് നമുക്ക് ആ വിശാലതയൊക്കെ പൊയ്ക്കണ്, നമ്മൾ പഴയ കാലത്തേക്ക് തിരിച്ചു പോകണം. അതിന് മൂപ്പരെന്താ ഉദാഹരണം പറഞ്ഞെന്നറിയോ? മുജാഹിദിന്റെ നേതാവായ തിരൂരങ്ങാടിയിലെ MK ഹാജിയെയും KM മൗലവിയെയും ബാഫഖി തങ്ങളും പാണക്കാട്ട പൂക്കോയ തങ്ങളും തുടർന്ന് നിസ്കരിച്ചിരുന്നു. നമ്മളും അതിൽക്ക് മടങ്ങണമെന്ന വെപ്പ് ആണ് പ്രസംഗിച്ചു. SK നോട്ട് ചെയ്തു, SKSSFകാർ നോട്ട് ചെയ്തു. സമസ്തക്ക് ആക്ഷേപം കൊടുത്തു, ഇയാളെ പുറത്താക്കണം, ഇയാളതും കൊണ്ട് ഇതിൽ വെക്കാൻ പറ്റൂല. സമസ്ത ഇയാൾക്ക് ഷോക്കോസ് നോട്ടീസ് കൊടുത്തു. പുറത്താക്കാതിരിക്കണമെങ്കിൽ കാരണം കാണിക്കണം. അല്ല ഷോക്കോസ് 15 ദിവസമാണ് കൊടുത്തത്. 1.5 മാസം കഴിഞ്ഞിട്ട് അനങ്ങണില്ല. കാസിമി പലയിടത്തും പോയി. ഇതൊക്കെ നിങ്ങൾ അറിയണേ. ഇവിടെ ഇങ്ങനെ ഞെളിഞ്ഞ് നടക്കുകയാണല്ലോ. മുജാഹിദേ, ഞങ്ങൾക്ക് ആകെ പ്രശ്നമാണ്, ഞങ്ങളിവിടെ വളരെ സുരക്ഷിതാണ്. ഞെളിയണ്ടവരീക്കാരനും ഒരേപ്പിക്കാരനും ഞെളിയണ്ട. ഒരു ഇസ്ലാമികമായ ആദർശത്തിൽ നിന്ന് ദുർവ്യാഖ്യാനങ്ങളുമായി പുറത്തുപോയ ഒരൊറ്റ അഖലാനിയും ഞെളിയണ്ട. മുജാഹിദ് പ്രസ്ഥാനം അതിന്റെ തനിമയോടെ നിലനിൽക്കും. അതിന്റെ ആദർശത്തിന് ഒന്നും സംഭവിക്കാതെ നിലനിൽക്കും. പോകേണ്ടവർക്ക് പോകാം, വഴിമാറേണ്ടവർക്ക് വഴിമാറിപ്പോകാം. മുജാഹിദ് പ്രസ്ഥാനം എന്നും അതിന്റെ രൂപത്തിലുണ്ടാവും. നമ്മൾ മനസ്സിലാക്കിക്കൊള്ളുക. അപ്പൊ ഇയാൾ എന്ത് ചെയ്തു? അവസാനം എന്നറിയോ? പുറത്താക്കാതിരിക്കാൻ കാരണം കാണിച്ചു. ഞാൻ ആ പറഞ്ഞതൊന്നും ശരിയായിരുന്നില്ല, തൽക്കാലം അതൊക്കെ ഞാൻ മാറ്റുന്നു. ഇയാൾ മാറ്റിയതുകൊണ്ട് ചരിത്രം മാറുമോ? ഇയാൾ മാറ്റി എഴുതി കൊടുത്താൽ ബാഫഖി തങ്ങൾ തുടർന്നതില്ലാതാവോ? എന്താ ഈ പറയുന്നത്? ഇയാൾ എഴുതി കൊടുത്തത് കൊണ്ട് പൂക്കോയ തങ്ങൾ KM മൗലവിനെ തുടർന്നതില്ലാതാവോ? ഇല്ല. അപ്പൊ കുറെ പ്രശ്നങ്ങളും പുകിലുകളൊക്കെ എല്ലാവരും അടുത്തുണ്ട്. മുജാഹിദിനെ മാത്രം തല്ലണ്ടാന്നാ പറയണത്. ഞങ്ങളെ പ്രശ്നങ്ങള് ഞങ്ങളത് പറയുന്നുണ്ട്, അത് കൃത്യമായി. ഇനിയും മുജാഹിദ് പ്രസ്ഥാനത്തിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടോ? ഈ റോട്ടിലിറങ്ങിയിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നിർത്തിയിട്ട് നമ്മൾ പണ്ഡിതന്മാരെല്ലാവരും ഒരുമിച്ചിരുന്ന് ഇനിയും നല്ലൊരു ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ഒന്നിച്ച് മുന്നോട്ട് പോകണം എന്നാണ് എല്ലാ മുജാഹിദിന്റെയും ആഗ്രഹം. ഏതെങ്കിലും ഒരു മുജാഹിദിന് ആഗ്രഹം ഇല്ലാന്നുണ്ടോ? ഒരൊറ്റ മുജാഹിദിനും അങ്ങനെ ഒരു ആഗ്രഹം ഇല്ലാന്നില്ല. ഒരുമിച്ച് പോകണം. ആദർശത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് കൂട്ടാതെ കുറക്കാതെ തനിമയോടെ ഈ പ്രസ്ഥാനം നിലനിൽക്കണം. അതെന്തിനാണെന്നറിയോ? നമ്മുടെ പരലോക രക്ഷക്ക. ഈ വാശിയും വഴക്കും വെക്കാനൊക്കെ ഏത് വരെയാ? കഴിഞ്ഞ മുഹറത്തിലുണ്ടായിരുന്ന എത്രയോ പണ്ഡിതന്മാരുന്നു മണ്ണിനടിയിലല്ലേ? അള്ളാഹു അവരുടെ ഖബർ സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. എത്രയോ നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുക്കൾ, സഹോദരങ്ങൾ, സഹോദരിമാർ, പരിചയക്കാർ, സുഹൃത്ത് വലയത്തിലെ ഒട്ടേറെ ആളുകൾ അവരുടെ അമലുകളുമായി ഇന്ന് ഖബറിടത്തിലാണ്. എത്ര ആൾക്കാർ മരിച്ചുപോയി. എവിടുക്കാ നമ്മൾ ഈ തല്ലൂടുന്നത്? എവിടുക്കാ ഈ തർക്കിക്കുന്നത്? എന്തിനാണ് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം നടത്തുന്നത്? വിഷയങ്ങൾ പറഞ്ഞു, ഗീബത്ത് നിർത്ത്, നമീമത്ത് നിർത്ത്, ആ രൂപത്തിലുള്ള വ്യക്തിവിദ്വേഷം നിർത്ത്, വ്യക്തിവൈരാഗ്യം അവസാനിപ്പിക്ക്. ഈ വിഷയത്തിൽ മാത്രമല്ല പറയുന്നത്, ഏത് വിഷയത്തിലും വ്യക്തിപരമല്ല, ആദർശാധിഷ്ഠിതമാണ്. ആദർശത്തെ പ്രമാണങ്ങൾ കൊണ്ട് മാറ്റുരക്ക്. അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികം. എന്താ അങ്ങനെ ഒരു മനസ്സില്ലാതെ പോകുന്നത് പലപ്പോഴും? അതുകൊണ്ട് ഇവിടെ തന്നെ എന്തെല്ലാം പ്രചരണങ്ങൾ. എനിക്ക് തന്നെ വന്ന മെയിലുകൾക്ക്, അതുപോലെ തന്നെ ഫോൺ കോളുകൾക്ക്, മെസ്സേജുകൾക്ക് കയ്യും കണക്കൂല. എന്തിനാ അങ്ങനെ പ്രചരിപ്പിക്കുന്നത്?
എന്തിനാ അങ്ങനെ പ്രചരിപ്പിക്കുന്നത്? പ്രചരിപ്പിക്കുന്നവരൊക്കെ മുജാഹിദാണ് ഞങ്ങൾ വിചാരിച്ചത്. ഇതിന്റെ ഇടയിൽ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ ഒരുപാട് ആളുകൾ രംഗത്തുണ്ട്. സർവ്വചാരന്മാരും ചേരേണ്ടിടത്ത് ചേർന്നതുപോലെ പലരും ചേരാനുണ്ടാകും. അവർ പ്രചരിപ്പിക്കും, അവർ നമ്മെ തമ്മിലടിപ്പിക്കും, നമ്മെ പരസ്പരം തെറ്റിക്കും. കാള പറ്റൂന്ന് കേൾക്കുമ്പോഴേക്ക് കയറെടുക്കണ്ട, കാള പെറുവെന്ന് ചിന്തിച്ചിട്ട് മതി. ആലോചിച്ചോളണം സഹോദരന്മാരാലോചിച്ചോളണം. ഇവിടെ ഇറങ്ങിയപ്പോൾ എനിക്ക് മെസ്സേജ്, നിങ്ങൾ വരൂല, നിങ്ങൾ പ്രസംഗിച്ച ഞങ്ങളെ തട്ടും. ഞാൻ ഒരൊറ്റ മുജാഹിദ് അയക്കൂല, ഒരു മുജാഹിദും അങ്ങനെ അയക്കൂല. ഞങ്ങൾക്കറിയാതെ ആരാ അയക്കണേന്ന്. ഖുറാഫിക്ക് വലിയ സുഖല്ല നമ്മളിവിടെ പ്രസംഗിക്കണത്, ഇരുന്ന് പുറത്തുപോയ കക്ഷികൾക്ക് സുഖല്ല ഇവിടെ പ്രസംഗിക്കുന്നത് അല്ലേ? പലർക്കും അങ്ങനെ ഇഷ്ടല്ല. അവർ പ്രചരിപ്പിക്കും, വരരുത്, വരൂല, വന്നാ സമ്മതിക്കൂല, നേതൃത്വം വിലക്കിയിരിക്കുന്നു. എന്നോട് പറഞ്ഞില്ല ഒരാൾ. അങ്ങനെ എന്തൊക്കെ പ്രചരിപ്പിച്ചു. അവിടെ ആരും കൊണ്ട് പോകരുത്, അവിടെ വരൂല, അവിടെ പങ്കെടുക്കൂല, ശിഹാബ് മൗലവി പ്രസംഗിക്കൂല, താജുദ്ദീൻ സലാഹി പ്രസംഗിക്കൂല, ഹുസൈൻ സലഫി വരൂല. വന്നു എന്ന് കണ്ടപ്പോൾ പിന്നെ പറയണു ഹുസൈൻ സലഫി വന്നു എന്നതിൻ്റെ പേരിൽ പ്രസംഗിച്ചേക്കാം, പക്ഷേ ശിഹാബ് മൗലവിനെ വിടൂല, താജുദ്ദീൻ സലാഹിയെ വിടൂല. ആരാതൊക്കെ നമ്മുടെ ശത്രുക്കളായി പറയണത്, ശത്രുക്കളാ പ്രചരിപ്പിക്കുന്നത്. അതുകൊണ്ടൊന്നും മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം പ്രിയമുള്ളവരെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ മനസ്സിലാക്കുക, ഒറ്റക്കെട്ടായി മുന്നേറുക, പടച്ച റബ്ബിനോട് തേടുക, റബ്ബിനോട് ദുആ ചെയ്യുക, നമ്മളെ മനസ്സ് ക്ലിയറാക്കുക, ആദർശത്തെ കൃത്യമായി മനസ്സിലാക്കുക. അബദ്ധങ്ങൾ വന്നെങ്കിൽ പറ്റിയവർ തിരുത്തുക, തിരുത്താൻ സമയമുണ്ട്. പടച്ച റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങുന്നവനെ ആക്ഷേപിക്കേണ്ടതില്ല. അതാണ് ഏറ്റവും മഹിമയാണ്, നല്ലതാണ്. ഉണ്ടെങ്കിൽ തിരുത്താം, ഒരുമയോടെ മുന്നോട്ട് പോകണം. അരങ്ങ് വാഴുന്ന ശിർക്ക് ബിദ്അത്ത് ഖുറാഫാത്തുകൾക്കെതിരെ ശക്തമായി നമ്മൾ രംഗത്തുണ്ടാകണം. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഡ്യൂട്ടി. നമ്മുടെ ഖബറിൽ സ്വസ്ഥതയുണ്ടാകാൻ, സമാധാനമുണ്ടാകാൻ. അല്ലാഹയാണ് റബ്ബെന്ന് പറയുക മാത്രമല്ല, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മസ്തഖാമൂ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ ഉലൈക അസ്ഹാബുൽ ജന്ന. അതേ അല്ലാഹു തആലയുടെ ഓഫറാണ്. അല്ലാഹയാണ് ഞങ്ങളുടെ രക്ഷിതാവെന്ന് പ്രഖ്യാപിക്കുകയും സുമ്മസ്തഖാമൂ പിന്നീട് അതിനനുസരിച്ച് നേരെ ചൊവ്വേ ജീവിതം ജീവിക്കുകയും ചെയ്യുന്നവർ. അല്ലാഹയാണ് റബ്ബ് എന്നാണ് വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് അടിയുറച്ച് വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു ഹറാമും ചെയ്യാൻ പാടില്ല. കണ്ണുകൊണ്ട് ഹറാമ് ചെയ്യരുത്, കാതുകൊണ്ട് ഹറാമ് ചെയ്യരുത്, ശരീരം കൊണ്ട് ഹറാമ് ചെയ്യരുത്, ഹറാമ് തിന്നരുത്, ഹറാമിലൂടെ കാണരുത്, ഹറാമ് പ്രചരിപ്പിക്കരുത്. മൊബൈലിലൂടെയും നെറ്റിലൂടെയും എന്തിലൂടെയുമാണെങ്കിലും അശ്ലീലങ്ങളും തോന്നിവാസങ്ങളും മ്യൂസിക്കുകളും സംഗീതങ്ങളും സിനിമകളും നാടകങ്ങളും ഒട്ടേറെ പേക്കൂത്തുകൾ ഒളിച്ചോട്ടങ്ങൾക്ക് കാരണമാകുന്ന വേശ്യാലയത്തിലേക്ക് ജനങ്ങളെ നയിക്കുന്ന, വ്യഭിചാരത്തിലേക്ക്, കൂട്ടിക്കൊടുക്കലുകളിലേക്ക് സമൂഹത്തെ നയിക്കുന്ന സർവ്വവൃത്തികേടുകളിൽ നിന്നും സമൂഹം മോചിതരാകണം. പക്ഷേ ജമാഅത്തുകാർ, ഞങ്ങൾ അള്ളാഹിൻ്റെ പാർട്ടിയാണെന്ന് പറയുന്ന ജമാഅത്തുകാരൻ്റെ മാധ്യമത്തിൽ ആഭരണങ്ങളുടെ പബ്ലിസിറ്റി, ടെക്സ്റ്റൈൽസിൻ്റെ പബ്ലിസിറ്റി, ഓണത്തിൻ്റെ പബ്ലിസിറ്റി, ക്രിസ്തുമസിൻ്റെ പബ്ലിസിറ്റി, ബഹുവർണ്ണ കളറിൽ പെണ്ണിൻ്റെ നഗ്നമായ ഉടൽ പ്രദർശിപ്പിച്ചുകൊണ്ട് സർക്കുലേഷൻ വർദ്ധിപ്പിക്കുന്ന പ്രിയമുള്ള ജമാഅത്തുകാരെ, നിങ്ങൾ ഗൾഫിലൊരു മാധ്യമം നടത്തുന്നുണ്ട്. നിങ്ങളുടെ ഗൾഫ് മാധ്യമത്തിന്റെ ചീഫ് എഡിറ്റർ ഹംസ അബ്ബാസ് എന്ന് പറയുന്ന വ്യക്തി, പേര് പറയുന്നത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. ഹംസ അബ്ബാസ് എന്ന് പറയുന്ന വ്യക്തി ഷാർജയിലെ പുസ്തകമേളയിൽ പങ്കെടുത്ത അരുന്ധതി റോയ് എന്ന് പറയുന്ന പെണ്ണ് വന്നപ്പോൾ കൈ കൊടുത്തുകൊണ്ട് സ്വീകരിച്ചത് നിങ്ങൾ മാധ്യമത്തിൽ റിപ്പോർട്ട് ചെയ്തു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സ്നേഹിക്കുന്ന, സുന്നത്ത് പ്രചരിപ്പിക്കുന്ന മുഴുവൻ മുസ്ലിമീങ്ങളുടെയും മനസ്സിനെ നിങ്ങൾ വേദനിപ്പിച്ചു. കാരണം നിങ്ങൾക്ക് ഹംസ അബ്ബാസ് എന്ന് പേരുണ്ടല്ലോ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാനൊരു പെണ്ണിൻ്റെയും കൈ സ്പർശിച്ചിട്ടില്ല, ഒരന്യ പെണ്ണിൻ്റെയും കൈ ഹബീബ് തൊട്ടിട്ടില്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തനിക്ക് വിഹിതമല്ലാത്ത ഒരു പെണ്ണിന്റെ ശരീരത്തിൽ തൊടുന്നതിനേക്കാൾ നല്ലത് ഒരു ഇരുമ്പിന്റെ ആണിയെടുത്ത് തലയിൽ ആഞ്ഞടിച്ച് തറപ്പിക്കലാണ്. അതിനേക്കാൾ ഗൗരവമാണ് അവിഹിതമായി ഒരു പെണ്ണിന്റെ ശരീരത്തിൽ ടച്ച് ചെയ്യലെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചപ്പോൾ അതിനെ പരസ്യമായി കൊഞ്ഞനം കുത്തിയിട്ട് അത് ചെയ്തു എന്ന് മാത്രമല്ല, ബഹുവർണ്ണ കളറിൽ മിസ്റ്റർ ഹംസ അബ്ബാസ്, നിങ്ങളെ പെണ്ണിന്റെ കൈ കൊടുത്തിട്ട് നിങ്ങളത് മാധ്യമത്തിൽ ബഹുവർണ്ണ കളറിൽ ആയിരങ്ങളെ കൊണ്ട് നിങ്ങൾ വായിച്ചിപ്പിച്ചിട്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സുന്നത്തിനെ നിങ്ങൾ കൊഞ്ഞനം കുത്തിയതിന് സമൂഹത്തോട് നിങ്ങൾ മാപ്പ് പറയണം.
എന്നിട്ട് നിങ്ങൾ ആയത്തോതല്ലേ ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ് ലാ ഹാകിമ ഇല്ലല്ലാഹ്. ഇസ്ലാമിനെ സമ്പൂർണ്ണമായി പഠിപ്പിക്കുന്നത് ഞങ്ങളാണ്. ഇസ്ലാം സമ്പൂർണ്ണമാണ്. പത്രപ്രവർത്തനത്തിൽ ഒഴികെ നിങ്ങൾക്ക് എവിടുന്ന് ആയത്ത് കിട്ടിയ ഹദീസ് കിട്ടിയത്? ജമാഅത്തുകാർക്കില്ല. ഈ രൂപത്തിൽ കുറെ ആളുകൾ ഇനി അതിന്റെ പിന്നാലെ കൂടാനും ന്യായീകരിക്കാനും കുറെ ആൾക്കാരുണ്ടാവും. ഇപ്പം എന്താ കുഴപ്പം? അങ്ങനെയല്ലോ ഓരോന്ന് തുടങ്ങി വെക്കും, എന്നിട്ട് വേറുള്ളവരെ അതിനിങ്ങനെ അവസാന പാടിയിട്ട് പിന്നാലെ കൂടും. സമൂഹമേ, ഒരാളോടും വ്യക്തിപരമായ വിദ്വേഷം കൊണ്ട് പറയുകയല്ല. ഇസ്ലാമിനെ ഇസ്ലാമായി കൊണ്ട് അവതരിപ്പിക്കേണ്ടുന്ന ആളുകൾ, സമൂഹത്തിനത് എത്തിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥരായ ആളുകൾ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ദീൻ എത്തിച്ചു കൊടുക്കുന്നവർ, സമ്പൂർണമായി അത് ഏറ്റെടുത്തവർ, ഞങ്ങളാണെന്ന് അവകാശവാദം ഉന്നയിക്കുന്നവർ, മറ്റുള്ളവരൊക്കെ ഇൻസിന്റെ തലകത്തുമ്പോൾ ജിന്നിന്റെ നൃത്തം കണ്ടുകൊണ്ട് ആസ്വദിക്കുകയാണെന്ന് AC റൂമുകളിൽ ഇരുന്നു കൊണ്ട് എഴുതിവിടുന്നവർ, അവരാണ് ഈ കാണിച്ചത്. അവർ പലതും ചെയ്യും. അവർ സിനിമ ഇറക്കും, അവർ സീരിയൽ ഇറക്കും, അവർ സംഗീതോപകരണം മീട്ടാനും അടിക്കാനും ഉപയോഗപ്പെടുത്താനും പാർട്ടി അണികൾക്ക് ആഹ്വാനം കൊടുക്കും. അവിടെയൊക്കെ മുജാഹിദ് പ്രസ്ഥാനം തലയുയർത്തിയിട്ട് പറയും, ആണത്തത്തോടുകൂടെ പറയും, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അതൊരു ഭംഗിവാക്കല്ല, അത് പ്രവർത്തിച്ച് കാണിക്കാനുള്ളതാണ്. ഹബീബിന് ഇഷ്ടമുള്ളത് ചെയ്യുക, ഹബീബിന് ഇഷ്ടമില്ലാത്തത് ഒഴിവാക്കുക. ഹബീബിനെ അനുസരിച്ചാൽ അല്ലാഹുവിനെ അനുസരിച്ചു, അതിലൂടെ റബ്ബിൻ്റെ തൃപ്തി കിട്ടുകയുള്ളൂ. പടച്ച റബ്ബ് അത്തരക്കാരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. സഹോദരന്മാരെ, നന്നായി ആലോചിക്കണം. നമ്മുടെ വീടുകൾ ശുദ്ധമാവണം. നമ്മുടെ വീടുകളിൽ ഇത്തരത്തിലുള്ള ചിത്രങ്ങളും മ്യൂസിക്കുകളും ഉണ്ടാകരുത്. നമ്മുടെ വീടുകൾ ഖുർആൻ പാരായണം കൊണ്ട് ധന്യമാവണം. എനിക്കെൻ്റെ വലതുവശത്തിരിക്കുന്ന ഉമ്മമാരോട് പറയാനുള്ളത്, നിങ്ങളുടെ വീടുകളിൽ നിങ്ങളുടെ മക്കളെ കൊണ്ടോ നിങ്ങളോ ഓരോ ദിവസവും നിങ്ങൾ സൂറത്തുൽ ബഖറയിൽ നിന്ന് അല്പമെങ്കിലും പാരായണം ചെയ്യാതെ ഉറങ്ങരുത്. സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്ന വീട്ടിൽ നിന്ന് ശൈത്താൻ വിരണ്ടോടും. ശൈത്താൻ എന്ന് കേൾക്കുമ്പോൾക്ക് അലർജിയുള്ള ആൾക്കാർക്ക് വിഷമുണ്ടാവും, എന്നാലും വേണ്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതല്ലേ ശൈത്താൻ വിരണ്ടോടുന്ന്. സൂറത്തുൽ ബഖറ പാരായണം ചെയ്യാനാ പറഞ്ഞത്. വീട്ടിലേക്ക് കയറുമ്പോൾ ബിസ്മി ചൊല്ലിക്കോ, ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലിക്കോ പറഞ്ഞില്ലേ? നമ്മുടെ വീടുകളിൽ ദിക്റുകൾ ഉണ്ടാവട്ടെ, ദുആകൾ ഉണ്ടാകട്ടെ. സൂറത്തുൽ ബഖറ പാരായണം ചെയ്യൂ, ഖുർആൻ പാരായണം ചെയ്യൂ. പുരുഷന്മാരെ, പള്ളികളിൽ ജമാഅത്തിന് പോകുന്ന നിങ്ങളുടെ ഫർദ് നമസ്കാരത്തിന്റെ മുമ്പും പിമ്പുമുള്ള റവാത്തിബ് സുന്നത്തുകൾ നിങ്ങളുടെ വീടുകളിലേക്ക് മാറ്റൂ. വീടുകൾക്ക് ഐശ്വര്യമാണ്, ബറക്കത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആശയം പണ്ഡിതന്മാർ ഹദീസിന്റെ വെളിച്ചത്തിൽ നമ്മോട് പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മുടെ വീടുകളിൽ അനാവശ്യങ്ങൾ വേണ്ട, ഇസ്ലാമികമായ കാര്യങ്ങൾ നടക്കട്ടെ. ഖുർആൻ ക്ലാസ്സുകളിലേക്ക്, ഹദീസ് ക്ലാസ്സുകളിലേക്ക് നിങ്ങളെല്ലാവരും മക്കളെ പറഞ്ഞയച്ചു കുടുംബസമേതം നിങ്ങൾ പങ്കെടുക്കൂ. ഖുർആനും ഹദീസുമൊക്കെ വളച്ചുകെട്ടില്ലാതെ മനസ്സിലാക്കൂ. യുക്തിവാദം കൊണ്ട് ഒരു ഹദീസിനെയും തള്ളിക്കളയരുത്. ഉള്ളതുപോലെ വിശ്വസിക്കൂ. ആർക്കരോചകമാണെങ്കിലും ഇല്ലാത്തതൊന്നും ഒന്നിൻ്റെ പേരിലും ഇതിലേക്ക് കൊണ്ടുവരികയും ചെയ്യരുത്. ആ രൂപത്തിൽ കണിശമായ ഇസ്ലാമികമായ വിശ്വാസങ്ങളും ആചാരങ്ങളും സ്വഭാവങ്ങളും മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ കുട്ടികളെ നമ്മൾ വളർത്തണം. അങ്ങനെ ഒരു സംസ്കാരം ഇവിടെ ഉണ്ടാകണം. അങ്ങനെ നല്ലവരായ കുട്ടികൾ വളരണം. അങ്ങനെ വളരുമ്പോൾ എഞ്ചിനീയറിംഗ് കോളേജിൽ പോയാലും മെഡിക്കൽ കോളേജിൽ പോയാലും നമ്മുടെ കുട്ടികൾ നല്ലവരായി തന്നെ മാറും. അതിനെ കുറ്റപ്പെടുത്തരുത്. അവർ നന്നാവട്ടെ. MSM പ്രവർത്തിക്കുന്നത്, ISM യുവാക്കൾക്കിടയിൽ പ്രവർത്തിക്കുന്നു, KNM പ്രവർത്തിക്കുന്നു, KJU പ്രവർത്തിക്കുന്നു, MGM പ്രവർത്തിക്കുന്നു. വിവാഹ രംഗത്തുള്ള മാമൂലുകളെയും ദുരാചാരങ്ങളെയും തകർത്തെറിയാൻ ബിസ്മി നമുക്കിടയിൽ പ്രവർത്തിക്കുന്നു. ഇതിൻ്റെ എല്ലാം കൂട്ടായ്മയാണ് മഹത്തായ നമ്മുടെ സംസ്ഥാന സമ്മേളനം. ഒരുമയോടെ ഒന്നിച്ച് ആ ആദർശ പ്രഖ്യാപനത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നാം മുന്നോട്ട് പോവുക. സർവശക്തനായ നാഥൻ നമുക്ക് കരുത്തു പകരുമാറാകട്ടെ. എല്ലാ കുബുദ്ധികളുടെയും അതുപോലെ തന്നെ ഫസാദുകാരുടെയും എല്ലാവിധത്തിലുള്ള കുപ്രചരണങ്ങളിൽ നിന്നും അല്ലാഹു ഈ ആദർശ പ്രസ്ഥാനത്തെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഏത് സന്ദർഭത്തിലും സർവശക്തനായ നാഥൻ്റെ തൗഫീഖും സഹായവും അവൻ നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ المؤمنين والمؤمنات والمسلمين والمسلمات. اللهم اشف أمراضنا وأمراض مرضانا يا شافي الأمراض. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا إنك أنت الغفور الرحيم. توفنا مسلمين وألحقنا بالصالحين. اللهم صل على محمد وعلى آل محمد. والسلام عليكم ورحمة الله وبركاته.